ഒരു മലയാളം സിനിമ മുഴുവനായും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരേ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ടാണ്. ആ ലൊക്കേഷനിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പോകുന്നത് ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. കൂടുതലും ഹെയർ പിൻസും കയറ്റങ്ങളൊക്കെയാണ് ഉള്ളത്. നല്ലപോലെ ഡീസൽ ചിലവാകും. അതുകൊണ്ട് ആദ്യമേ തന്നെ ഫുൾ ടാങ്ക് ഡീസൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് ടൗണിൽ നിന്ന് യാത്ര തിരിക്കാം. ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ ഈ ഹിൽ സ്റ്റേഷനിലൊക്കെ നല്ലപോലെ വെയിൽ വന്നു തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ പിന്നെ ആ സ്ഥലങ്ങളൊന്നും നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാനോ നല്ല ഫോട്ടോസ് എടുക്കാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ കൃത്യം 6 മണിക്ക് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങണം എന്നൊരു പ്ലാൻ ആയിരുന്നു ഞങ്ങൾക്ക്. അതിനനുസരിച്ച് കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റു. പാക്കിംഗ് എല്ലാം ചെയ്തു. നമ്മളും റെഡിയായി. കൃത്യം 6 മണിക്ക് തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. ടൗണിൽ നിന്നുള്ള യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഹൈ റേഞ്ചിലേക്ക് കയറിയിരിക്കുകയാണ്. ഗൂഗിൾ മാപ്പിൽ ഒരുപാട് ഷോർട്ട് കട്ട്സ് കാണിക്കുന്നുണ്ട്. നമ്മൾ തൽക്കാലം അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നിൽ കിടക്കുന്ന ഈ സ്റ്റേറ്റ് ഹൈവേയിലൂടെ തന്നെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ഇനി കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അധികം അങ്ങനെ വെളിച്ചമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഈ കോട മൂടിക്കിടക്കുന്നതൊന്നും ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല. പക്ഷേ നല്ലപോലെ വെളിച്ചം വന്നു തുടങ്ങിയപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നല്ലപോലെ കോട കൊണ്ട് നിറയുന്നുണ്ടായിരുന്നു. അത് കാണാനും വളരെയധികം ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഹൈ റേഞ്ച് ഇങ്ങനെ കയറിക്കൊണ്ടേ ഇരുന്നപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ താഴ്വരകൾ കംപ്ലീറ്റും കോട കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പച്ചപ്പും ഹരിതാപവും മാത്രമല്ല കേട്ടോ കോട്ടയത്തെ സുന്ദരിയാക്കുന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ റോഡുകളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്ന വലുതും ചെറുതുമായിട്ടുള്ള വീടുകളും പള്ളികളും ഇതെല്ലാം കോട്ടയത്തെ നല്ലപോലെ സുന്ദരിയാക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ ഹൈ റേഞ്ചിലൂടെ യാത്ര ചെയ്യുന്നത്. നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുന്ന കാഴ്ചകളുടെ ഭംഗിയൊന്നും ക്യാമറയിലേക്ക് പകർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മാത്രമല്ല ഈ ഭംഗി നമുക്കൊന്ന് വിശദീകരിക്കാനായിട്ട് വാക്കുകളില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ അരമണിക്കൂറോളമുള്ള യാത്ര കഴിഞ്ഞ് നമ്മുടെ ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ പോവാണ്. ദൂരെയായിട്ട് ഇങ്ങനെ കോടകൾ കൊണ്ട് മറഞ്ഞെടുക്കുന്ന ആ മലനിരകളില്ലേ, അങ്ങോട്ടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇലവീഴ പൂഞ്ചിറയിലാണ്. ഈ ഹിൽ സ്റ്റേഷൻ്റെ ഏറ്റവും താഴത്തെ എൻട്രൻസിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളുടെ ബാക്കിലായിട്ട് ഒരുപാട് ജീപ്പ് പാർക്ക് ചെയ്തിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ഈ ജീപ്പിൻ്റെ പാക്കേജും റേറ്റൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ആദ്യം നമുക്ക് ജീപ്പിലേക്ക് കയറാം. ആണല്ലേ? നമ്മളിങ്ങനെ ജീപ്പ് സഫാരി ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ 3 സ്ഥലങ്ങളിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത്. ആദ്യത്തെ സ്ഥലം മലങ്കര ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് കാണാനാണ്. രണ്ടാമതായി കൊണ്ടുപോകുന്നത് ഒരു മുനിയറ ഗുഹ കാണിക്കാനാണ്. മൂന്നാമതായാണ് നമ്മളെ ഇലവീഴ പൂഞ്ചിറ ഹിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ 3 സ്ഥലങ്ങളും അധിക ദൂരവ്യത്യാസമൊന്നുമില്ലാതെ അടുത്തടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇങ്ങോട്ടേക്ക് പോകുന്ന റോഡ് ടാർ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നമ്മുടെ വാഹനങ്ങളുമായിട്ട് വരുമ്പോൾ അത് കുറച്ച് റിസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഈ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ജീപ്പ് സഫാരി ചൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. മലങ്കര ഡാം അല്ലേ? മലങ്കര ഡാമിൻ്റെ റിസർവോയറാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അങ്ങ് ദൂരെയായി കാണുന്നതാണ് മലങ്കര ഡാം. അതിൻ്റെ റിസർവോയറും നമുക്ക് ഇവിടെ നിന്ന് കാണാം. രാവിലെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് ഇവിടെ എല്ലാം നല്ലപോലെ കോട മൂടി കിടപ്പുണ്ടായിരുന്നു. അത് കാരണം ദൂരെയുള്ള സീനറീസ് ഒന്നും അധികം അങ്ങനെ നമുക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്കായിട്ട് കോട ഇങ്ങനെ മാറുമ്പോൾ ദൂരെയായിട്ട് നല്ല ഭംഗിയുള്ള സീനറീസ് നമുക്ക് കാണാൻ പറ്റി. ആ സീനറീസിൽ നിന്ന് പെട്ടെന്ന് തന്നെ അത്യാവശ്യം വേണ്ട നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു. രാവിലെ ഇങ്ങനെ കോട മൂടിക്കിടക്കുന്ന തണുത്ത അന്തരീക്ഷത്തിൽ ഇത്രയും നല്ല ഭംഗിയുള്ള സീനറീസൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ സമയം പോകുന്നത് നമ്മൾ ഒട്ടുമേ അറിയത്തില്ല. എന്തായാലും ആവശ്യത്തിലധികം നമ്മൾ സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഡ്രൈവർ ചേട്ടനും എത്തിയിട്ടുണ്ട്. ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം എന്നുള്ളൊരു സിഗ്നലായിട്ടാണ് ചേട്ടൻ ഇവിടെ വന്നിരിക്കുന്നത്.
വന്നിരിക്കുന്നത്. നമുക്കെന്തായാലും അധികം സമയം കളയാതെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. അല്ല, എപ്പോഴും ഇവിടെ മഴ പെയ്യുന്ന ക്ലൈമറ്റ് തന്നെയാണോ? നോക്കട്ടെ, അത് നോക്കിയിട്ട് അപ്പൊ നമ്മളാണ് ഇവിടെ ആദ്യം വന്നത്. നാളെ വിഷു അല്ലേ, ആളൊക്കെ ഒരു KSRTC-യുടെ 50 സീറ്റ് വണ്ടി മറ്റേ ഉല്ലാസയാത്രയൊക്കെ വരുന്നുണ്ട്. 6-7 വണ്ടി കേട്ടോ. ചേട്ടന്റെ പാട്ട് നമ്പർ വന്നത് നടന്നോ ചേട്ടാ? വെള്ളം എന്താ ചേട്ടാ ഈ കുട്ടീൻ്റെ അകത്തുനിന്നാണ് വരുന്നത്. ഈ വെള്ളം വന്നിട്ട് ഇവിടെ താഴുക. ചേട്ടനെ തൊട്ടോട്ടോ. അതൊന്നും കുഴപ്പമില്ല. അല്ല ചേട്ടൻ പഠിക്കോ, ഞാൻ ഫ്രണ്ടിൽ പോകത്തില്ല. ഇവിടെ വെള്ളം ഇറങ്ങും, ചാടി വരുന്നു. വെള്ളം വരുന്നല്ലേ? വെള്ളം താങ്ങും. നിങ്ങളിപ്പോൾ കണ്ടത് ഞങ്ങളെ രണ്ടാമത് കൊണ്ടുപോയ സ്ഥലമാണ്. രണ്ടാമത്തെ ലൊക്കേഷൻ ഒരു മുനിയറ ഗുഹയാണ്. മലങ്കര ഡാം വ്യൂ പോയിന്റിൻ്റെ തൊട്ട് താഴെ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അധികം ദൂരമൊന്നുമില്ല, എന്നാലും നമ്മളെ ജീപ്പിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ആദ്യമായിട്ട് ഈ ഗുഹയും അതിലെ വെള്ളമൊക്കെ കണ്ടപ്പോൾ നമ്മൾ നല്ല പോലെ പേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നൊരു സംഭവം എന്ന് പറയുന്നത് തായ്ലൻഡിൽ അന്ന് നടന്നൊരു അപകടമാണ്. അത് കാരണം ഞങ്ങൾ ഇതിലേക്ക് കയറുന്നില്ല എന്നുള്ള തീരുമാനമാണ് ആദ്യം എടുത്തത്. മാത്രമല്ല ആ ഒരു സമയത്ത് നമ്മൾ 3 പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഡ്രൈവർ ചേട്ടൻ നമുക്ക് നല്ലൊരു ധൈര്യം തരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം ഗുഹയ്ക്കകത്തോട്ട് നടന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുട്ടോളം മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, അധികം പേടിക്കാനുള്ള വെള്ളമൊന്നും അതിനകത്തില്ലായിരുന്നു. എങ്ങനെയോ കുറച്ച് ധൈര്യം കിട്ടിയപ്പോൾ അവസാനം ഞങ്ങൾ ഗുഹയിലേക്ക് കയറാം എന്നുള്ള തീരുമാനത്തിലായി. കുറച്ച് ദൂരം മാത്രമേ നടക്കാനുള്ളൂ, മാത്രമല്ല നമ്മുടെ മുട്ടോളം മാത്രമേ വെള്ളമുള്ളൂ. നല്ല തണുത്ത വെള്ളമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഗുഹയ്ക്കുള്ളിൽ നിന്നു, നല്ല ഫോട്ടോസ് എടുത്തു, അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ എടുത്തു. നമ്മളിനി നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. പൂക്കൊക്കെ ഇവിടെ ഇരിക്കുന്നു. നമ്മൾ രാവിലെ ഒരു 5 മണി 5:15 എഴുന്നേറ്റു. ഒരു 6 മണിക്ക് ഇറങ്ങിയതാണേ. നമ്മൾ കണ്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് മലങ്കര ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് കണ്ടു, പിന്നെ ഒരു മുനിയറ ഗുഹ കണ്ടു. അത് അടിപൊളിയായിരുന്നു, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ട്രാവൽ വ്ളോഗ്സൊക്കെ കാണുമ്പോൾ ഈ തായ്ലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ ഗുഹയ്ക്കകത്തൂടെ കയറുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ പോയി. ഇപ്പോൾ സമയം 7:45 ചെറുതായിട്ട് വിശപ്പ് തുടങ്ങി. അപ്പോൾ കഴിക്കാനായിട്ട് ചെറുതായിട്ട് ഒന്ന് ചായയൊക്കെ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഇലവീഴ പൂഞ്ചിറയുടെ വ്യൂ പോയിന്റിലോട്ടാണ് പോകുന്നത്. അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം, കാരണം അതിനുശേഷം പിന്നെ എനിക്കൊന്ന് ടൈം എടുക്കും നമ്മൾ പോയിട്ട് വരാനായിട്ട്. ഇപ്പോൾ വിശപ്പ് തുടങ്ങും. നേരത്തെ എഴുന്നേറ്റില്ലേ, അപ്പോൾ അതുകൊണ്ട് വിശപ്പ് തുടങ്ങും. അതാണെന്ന് തോന്നുന്നു അല്ലേ, സ്റ്റോപ്പ് സ്റ്റേഷൻ കാണാം. ഞങ്ങളെ കൊണ്ടുപോകുന്ന 3ാമത്തെ ലൊക്കേഷനാണ് ഇലവീഴ പൂഞ്ചിറ ഹിൽ സ്റ്റേഷൻ. ഇന്നത്തെ ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള സ്ഥലവും കൂടിയാണിത്. 2022 ജൂലൈയിൽ റിലീസ് ചെയ്ത ഇലവീഴ പൂഞ്ചിറ എന്ന സിനിമ കണ്ടപ്പോൾ ആ സിനിമയുടെ കഥയെക്കാളും ഈ ലൊക്കേഷനാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ആ സിനിമയ്ക്ക് ശേഷമാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഇവിടെ വരാൻ തുടങ്ങിയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഈ ദൂരെയായിട്ടൊരു ജീപ്പ് കിടക്കുന്നുണ്ടോ? ആ ജീപ്പിലാണ് നമ്മൾ വന്നതേ. ഇതാ ഈ ജീപ്പ്, അതിൽ ഡ്രൈവർ ചേട്ടൻ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ചെക്ക് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് താഴെ. അതിപ്പോൾ കാണാൻ പറ്റത്തില്ല. അതിനുശേഷം ഇങ്ങോട്ട് വണ്ടി വരത്തില്ല, ജീപ്പ് വരത്തില്ല. ഈ വഴി എന്നിട്ട് നമ്മൾ നടന്നു കയറുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഈ വഴി മുകളിലോട്ട് നടന്ന് ടോപ്പിൽ കയറണം. ഇവർ പറയുന്നത്, നമ്മൾ ഈ ജീപ്പിൽ കൊണ്ടുവരുന്ന ചേട്ടൻ പറയുന്നത് 1/2 മണിക്കൂറോളമൊക്കെ തരും. നമ്മൾ അതിനകത്ത് ആ ഒരു ടൈമിനകത്ത് നമ്മൾ മുകളിൽ പോയി കണ്ടിട്ട് വരണമെന്നാണ്. പിന്നെ കണ്ടോ, ഈ കാണുന്ന ഒരു വാട്ടർ ബോഡി ഇല്ലേ, അല്ലെങ്കിൽ വെള്ളം കെട്ടി കിടക്കുന്ന ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ കാണുന്നില്ലേ, കുളം പോലെ,
അത് ആണ് ഇലവീഴ പൂഞ്ചിറ. മരങ്ങളില്ല, അതുകൊണ്ട് ഇല വീഴത്തില്ല, അതുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചിറ എന്ന പേര്. ഓക്കെ, ഇത് നമ്മൾ വരുന്ന റോഡ്. ഈ റോഡിൻ്റെ അവിടെ നിന്ന് പാർക്കിംഗ് ഏരിയയൊക്കെ കാണാം. പിന്നെ ഇത് റോഡ്. ഇനി നമുക്ക് അധികം താമസിക്കേണ്ട, മുന്നിലോട്ട് നടക്കാൻ അരമണിക്കൂറേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇലവീഴ പൂഞ്ചിറയുടെ ടോപ്പ് സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അവിടെ ആയിരിക്കും ഷൂട്ടിങ്ങൊക്കെ നടന്നത് ആ സിനിമയുടെ. അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് വരെ ജീപ്പ് വരത്തുള്ളൂ. എൻ്റെ അമ്മ ഭയങ്കര, ഞാൻ വിചാരിച്ചു വലിയ വലിയ കല്ലിലൂടെയൊക്കെ കയറിയപ്പോഴേ ജീപ്പ് കൊണ്ട് മറിയുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, സേഫായിട്ടാണ് വരുന്നത് തന്നെ അല്ലേ. അവിടെ അട്ടാണല്ലോ നമ്മൾ പോകുന്നത്. അങ്ങനെ ചെക്ക് പോസ്റ്റ് വരും. ആ ചെക്ക് പോസ്റ്റ് വരെ ജീപ്പ് വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നടന്നാണ് പോകുന്നത്. നടക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിലോട്ട് നടക്കാം. പിന്നെ ഇവിടെ ചിറയൊക്കെ കാണാം, ഇലവീഴ പൂഞ്ചിറയൊക്കെ ഇവിടെ എന്നാൽ കാണാം. പിന്നെ ഭയങ്കര ക്ലൈമറ്റ് കേട്ടോ, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ക്ലൈമറ്റ്. ഇനി കുറച്ചുകൂടെ ടോപ്പ് സ്റ്റേഷനിൽ പോകുമ്പോഴേ നമുക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തന്നെ നല്ല തണുപ്പും നല്ല കാറ്റും നല്ല കോടയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇലവീഴ പൂഞ്ചിറയുടെ ഏറ്റവും മുകളിൽ ഉള്ള പോയിന്റിലാണ്, അതായത് ടോപ്പ് സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഈ ബാക്കിൽ കാണുന്നില്ലേ, അതാണ് ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലം. ഒരു ഹൗസ് പോലെയൊക്കെ ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്ഥലം. അതൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ താഴോട്ട് വരുന്നത്, ഒരു എൻഡ് പോയിന്റിൽ. എൻഡല്ല, ഇനിയും താഴോട്ടൊക്കെ നടക്കാം, പക്ഷേ കുറച്ച് റിസ്ക് ആണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ടും ഒരു ലൈറ്റ്നിങ് കണ്ടക്ടറൊക്കെ വെച്ചിട്ടുണ്ട്. ഭയങ്കര ആംബിയൻസ് ആണ്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ കാണുന്നതൊക്കെ കോടയാണ്. നല്ല കോടയൊക്കെ കൊണ്ട് നല്ല ക്ലൈമറ്റിൽ ഒരുപാട് നേരം നിൽക്കാം, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം. നമ്മൾ പിന്നെ ജീപ്പിൽ വന്നപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ 8 മണിയായി. അപ്പോൾ അവിടുത്തെ ആൾ പറയുന്നത് അരമണിക്കൂറിനകത്ത് വരണം. നടന്ന് കയറിയപ്പം തന്നെ അരമണിക്കൂറായി. പതുക്കെ നടന്ന് കയറാനൊക്കത്തുള്ളൂ. ഷൂ ഒക്കെ ഇട്ടിരുന്നാലും കല്ലൊക്കെ ഉള്ളതുകൊണ്ട് നടന്ന് കയറാനൊക്കെ ഭയങ്കര പാടാണ്. എന്തായാലും 8:30-ക്ക് ഒരു 20 മിനിറ്റ് വെച്ചോ, ആ ഒരു ടൈമിൽ നമ്മൾ പതുക്കെ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങി കയറി വരും. ഇവിടെ തന്നെ ഫോട്ടോസൊക്കെ എടുക്കാൻ പല ഓരോ സ്പോട്ടും നല്ല രസമാണ് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് കുറച്ച് നേരം സമാധാനത്തിൽ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് പോകണോളൂ. എന്തായാലും ഇവിടെ ഇരുന്നിട്ട് ഇറങ്ങി പോകാൻ തോന്നുന്നില്ല. പിന്നെ ഭയങ്കര വ്യൂ ആണ് ഇവിടെയൊക്കെ. ഡാം കാണാം, റിസർവോയർ കാണാം. ഒരു സിറ്റി എന്നല്ല, എനിക്ക് തോന്നുന്നു ഒരു കോട്ടയം കംപ്ലീറ്റ് കാണാം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ വ്യൂ ഒക്കെ, സീനറിയൊക്കെ. അങ്ങനെ അടിപൊളിയാണ്. ഇതായി ബാക്കിലൊക്കെ കാണുന്നത് കണ്ടോ, നല്ല രസമുണ്ട് ഇവിടെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, ലൈറ്റായിട്ട് ചായയും കടിയൊക്കെ കഴിച്ചേ ഉള്ളൂ. ഇനി ഒരു അരമണിക്കൂർ എടുക്കും നമ്മൾ താഴോട്ട് പോകാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അടുത്ത സ്പോട്ടിലോട്ട് പോകണം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇലവീഴ പൂഞ്ചിറ ഹിൽ സ്റ്റേഷൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിലാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിമിഷം ഞങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അത്രയ്ക്ക് അടിപൊളി ആംബിയൻസ് ആണ് ഇവിടെ. അരമണിക്കൂറാണ് ഞങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം തന്നത്. പക്ഷേ അതിൽ കൂടുതൽ സമയം നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റി എന്നുള്ളതും, നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി, അതോടൊപ്പം തന്നെ ഒരുപാട് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ അതിന് ഞങ്ങളെ സഹായിച്ചത് കൃത്യമായിട്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പ്ലാൻ ആയിരുന്നു. ഒരു 10 മണിയോടുകൂടി തുടങ്ങുന്ന വെയിലും ആ ഒരു സമയത്ത് കൂടി വരുന്ന ആൾക്കാരുടെ തിരക്കും ഒഴിവാക്കാനായിട്ടാണ് ഞങ്ങൾ 6 മണിക്ക് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയത്. നമ്മുടെ പ്ലാൻ പോലെ തന്നെ വെയിൽ തുടങ്ങുന്നതിന് മുന്നേ ഹിൽ സ്റ്റേഷനിൽ കയറാനും ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യാനും നല്ല ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും സാധിച്ചു. അതുപോലെ വെയിൽ തുടങ്ങുന്നതിന് മുന്നേ തിരിച്ച് താഴെ എത്താനും സാധിച്ചു. നമ്മുടെ ജീപ്പ് സഫാരി കഴിഞ്ഞു കേട്ടോ. നമ്മൾ പേ ചെയ്തത് 1000 രൂപയാണേ.
അങ്ങനെ ഈ സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാര്യമായിട്ടുള്ള വിശപ്പ് തന്നെ ഉണ്ട്. പക്ഷേ ദോശ, ഇഡ്ഡലി, പുട്ട് അങ്ങനെയുള്ള ഐറ്റം ഒന്നും ഇവിടെ കിട്ടാൻ ചാൻസ് ഇല്ല. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടെ ആയതുകൊണ്ട് ഈ മാഗി, ബ്രെഡ് ഓംലെറ്റ് അങ്ങനെയുള്ള ഐറ്റംസേ ഇവിടെ കൂടുതലും കിട്ടത്തുള്ളൂ. തൽക്കാലം നമുക്കിവിടെ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു മാഗിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് തൽക്കാലത്തെ വിശപ്പൊന്ന് മാറ്റാം. മാത്രമല്ല ഇനി ഒരു സ്ഥലവും കൂടെ നമുക്കിവിടെ നിന്ന് കാണാനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് നമ്മൾ ഹൈ റേഞ്ച് കംപ്ലീറ്റ് ഇറങ്ങി പോയാലേ നമുക്ക് ടൗണിലെത്താൻ പറ്റുള്ളൂ. ടൗണിലെത്തിയിട്ട് നമുക്ക് കാര്യമായിട്ട് തന്നെ കഴിക്കാം. ഈ ഇലവീഴ പൂഞ്ചിറയുടെ ടോപ്പ് സ്റ്റേഷനിൽ ഏറ്റവും മുകളിൽ പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. ഏറ്റവും മുകളിൽ പോകണ്ട, അതിന് മുന്നേ തന്നെ കാണാൻ പറ്റും ഈ ഇലവീഴ പൂഞ്ചിറ തടാകം. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ആ ഏറ്റവും മുകളിലത്തെ വ്യൂ ആണ് അത്. അതാണ് ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷൻ. ഏറ്റവും മുകളിലത്തെ ടോപ്പ് അത് തന്നെ, ആ നീല ബിൽഡിംഗ് തന്നെ. ആ അത് തന്നെ. ഏറ്റവും മുകളിലത്തെ വയർലെസ് സ്റ്റേഷനാണിത്. ടോപ്പ് ആ കാണുന്നത് ടോപ്പ് വ്യൂ ആണ്. ആ ദൂരെ കാണുന്നതാണ് ടോപ്പ് വ്യൂ. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഇലവീഴ പൂഞ്ചിറ തടാകം കാണാൻ പറ്റും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ തടാകത്തിലാണ്. ഒരു ഇല പോലും ഇല്ല. ഒരു ഇല പോലും എന്ന് വെച്ചാൽ അഴുക്ക് ഒന്നും വീണിട്ടില്ല. ഇല വാടിയ ഇലയോ അങ്ങനെ ഒന്നും വീണിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര്. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യം, ഇത് അമൃത സരോവർ കുടിവെള്ളമാണ്. പിന്നെ ജലാശയത്തിൽ ഇറങ്ങാനോ മലിനപ്പെടുത്താനോ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പോവാം. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഈ ഇലവീഴ പൂഞ്ചിറ തടാകത്തിനെ പറ്റി ഒരുപാട് നല്ല നല്ല ഐതിഹ്യ കഥകളും പുരാണ കഥകളൊക്കെ പറയുന്നുണ്ട്. തൽക്കാലം അതൊന്നും ഞാനിവിടെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഒരുപാട് നല്ല നല്ല ഓർമ്മകളുമായിട്ട് നമ്മൾ തിരിച്ച് യാത്ര പോവാണ്. ഇലവീഴ പൂഞ്ചിറ ഹിൽ സ്റ്റേഷനിൽ നിന്ന് നോക്കുമ്പോൾ കോട്ടയത്തുള്ള മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടെ നമുക്ക് കാണാം. ഇനി നമ്മൾ നേരെ പോകുന്നത് അങ്ങോട്ടാണ്. ഇന്നത്തെ നമ്മുടെ യാത്രയെക്കുറിച്ചുള്ള ഒപ്പീനിയൻ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.